എൻ്റെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ പറയാം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിൽ ഇന്ന് ഞാൻ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതെന്ന് പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. I wanted to share some of the life experiences along with this Bible study, and today I wanted to share with you how I received the baptism of the Holy Spirit in my life. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന്റെ ഒരു മാസം കഴിഞ്ഞപ്പോൾ മുതൽ പരസ്യയോഗങ്ങളിൽ ഞങ്ങളുടെ സ്വന്തം ദേശത്ത് യേശുവിനെ പ്രസംഗിക്കുവാനായി തുടങ്ങി. The time that I received the Lord Jesus, after 1 month I came to preach the Lord Jesus in the open air, street preaching. എൻ്റെ വീടിന് ചുറ്റുമുള്ള എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പോയി സാക്ഷ്യം പറയും, പ്രസംഗിക്കും. We used to go and share the gospel every Sundays. We used to go and share our testimonies and share the gospel and the love of Jesus. അങ്ങനെ വണ്ടമ്മേട് എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം ഡോക്ടർ തോമസ് എന്ന ദൈവത്തിന്റെ അഭിഷക്തനെ കാണുവാനായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന് അവിടെ ഗവൺമെന്റ് ഹെൽത്ത് സർവീസിന്റെ ബിൽഡിങ്ങിലാണ്, അവിടെ കാണുവാനായിട്ട് പോയി. After preaching the gospel, I went to the house of Dr. Thomas. His wife was working in the government building section, and we went to meet him. അദ്ദേഹത്തോട് ഞാൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഒക്കെ ഇടയായ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ബ്രദർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. So when I went and shared the gospel, he slowly asked me this question, brother, have you received the anointing of the Holy Spirit? ഞാൻ പറഞ്ഞു, നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവില്ലാതെ എനിക്ക് എങ്ങനെ പ്രസംഗിക്കാൻ കഴിയും? ഞാൻ ഒരു ഹിന്ദു ആയിരുന്നു, വേറെ ബൈബിൾ പാരമ്പര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഈ വണ്ടൻമേട് കവലയിൽ പോയി നിന്ന് സുവിശേഷം പ്രസംഗിച്ചിട്ട് വരികയാണ്. പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് എങ്ങനെ പ്രസംഗിക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. So I replied to the doctor, definitely I came from a Hindu background and I come to know the Lord Jesus, and now I am preaching about the Lord Jesus. Without the help of the Holy Spirit, I cannot do this, I replied to him. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദര, യേശുവിനെ പ്രസംഗിച്ചു, യേശുവിനെ സ്വീകരിച്ചു, അതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെങ്കിലും അതല്ല അഭിഷേകം. നിങ്ങള് ദൈവസേനയിൽ കാത്തിരുന്ന അഭിഷേകം പ്രാപിക്കണം എന്നോട് പറഞ്ഞു. So he said, dear brother, yes, you have received the Lord Jesus, you're preaching about him, but that is not what is the meaning of anointing. You need to wait in the presence of God and receive the anointing from above. എന്തോ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ എതിർത്തില്ലെങ്കിലും അത്ര സീരിയസ് ആയിട്ട് കണക്കാക്കിയില്ല. So though I did not oppose his words, I did not take his words as seriously. അതിനുശേഷം ഞാൻ 1975 ബൈബിൾ സ്കൂളിൽ പഠനത്തിനായിട്ട് തിരുവല്ലയിൽ വന്നു. Then in the year of 1975 I came to study in the Bible college in Tiruvalla. അവിടെ വിദ്യാർത്ഥികൾ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത വിദ്യാർത്ഥികൾ അഭിഷേകം പ്രാപിക്കണം എന്ന് പഠിപ്പിക്കുകയും എൻ്റെ അധ്യാപകനും പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ എസ് എസ് സാം 3 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി തിരുവല്ല മഞ്ഞാടിയിൽ ക്രമീകരിച്ചു. So there the students were instructed that those who have not yet received the anointing of the Holy Spirit, you need to wait upon the Lord. So there was a 3 days fasting prayer which was arranged by our teacher, who was also our pastor in that place for 3 days. ഞാൻ ആ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തു. പലരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ആ അനുഭവം ഉണ്ടായിരുന്നില്ല. So I took part in that prayer meeting. Many people were received the baptism of the Holy Spirit and they spoke in tongues, but I did not have that experience. ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, ഈ പ്രാർത്ഥന അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ട്രമ്മ ശക്തമായ അടിക്കുകയും കൈയടിക്കുകയും വലിയ ബഹളങ്ങൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ എൻ്റെ ഏകാഗ്രത എല്ലാം പോയി. ഇങ്ങനെയുള്ള ഒരു അഭിഷേകം എനിക്ക് വേണ്ട എന്നുള്ള ചിന്തയുണ്ടായി. കാരണം ഞാൻ ഇതുപോലുള്ള വലിയ ബഹളത്തെ വിട്ടിട്ട് ഈ മാർഗത്തിലേക്ക് വന്നതാണ്. ഇതിനേക്കാൾ വലിയ ചെണ്ടേടിയൊക്കെ കേട്ടിട്ട് ആണ് ഞാൻ ഇതിനകത്തോട്ട് വന്നത്. അതുകൊണ്ട് എനിക്കതൊരു അരോചകമായി തോന്നി.
one of the important reasons for the hindrances for me was when they started praying for the anointing of the Holy Spirit, the drum noise and all the noise was increasing, and I was very much distracted by it. I had already heard all these things in my Hindu days, and now when I come here, still I am distracted by this. So I thought, if this is what is it, that for receiving the Holy Spirit I have nothing to do with receiving of it. ഈ രണ്ട് കാരണങ്ങളാൽ 2 ദിവസത്തെ പ്രാർത്ഥനയും എനിക്ക് പ്രയോജനം ചെയ്തില്ല. ഉപവസിച്ചത് മിച്ചം. With these reasons, these 2 days of prayer was not of any benefit for me. Only 2 days I had fasted. പക്ഷെ എന്റെ കൂട്ടുകാർ സിൻസിയറായി പ്രാർത്ഥിച്ചവരൊക്കെ അഭിഷേകം പ്രാപിക്കുകയും അവരിങ്ങനെ തുള്ളിച്ചാടി അന്യഭാഷ പറയുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. But my friends who had sincerely prayed and asked God, they had received the anointing of the Holy Spirit. They were jumping and very joyous, and I had seen them rejoicing. 3-ാമത്തെ ദിവസം, ലാസ്റ്റ് ദിവസം വന്നു. നേരത്തെ തന്നെ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് പോയിരുന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാനൊരു ഹിന്ദു ആയിരുന്നത് കൊണ്ടാണോ എനിക്ക് ഈ അഭിഷേകം തരാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Last day I went early itself and I was asking the Lord, is it because I came from a Hindu background? Is it why I am not receiving this anointing? So I was keeping on praying that day. അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ മുൻപിലേക്ക് ഒരു ഗോൾഡൻ ഗ്യാപ്പ് ഉള്ള ഒരു പേന ഇങ്ങനെ പൊങ്ങി വരികയാണ്. So when I was praying, I saw a golden pen which was rising and coming. എനിക്ക് ആ പേനയുടെ കാര്യം അറിയാം. So I knew what was the value about that pen. അതൊരു മോഷണത്തിന്റെ കഥയാണ്. So it was about a story about the one which I had stolen. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ അധ്യാപകരൊക്കെ ഈ ചന്ദ്രിക പേന, അതിന്റെ ഗ്യാപ്പ് ഗോൾഡൻ ഗ്യാപ്പാണ്. അപ്പം അതൊക്കെ കുത്തിക്കൊണ്ടാണ് അവര് വരുന്നത്. അത് കാണുമ്പോൾ എനിക്ക് അതുപോലൊരു പേന മേടിക്കണമെന്നൊരാഗ്രഹം. So our teachers used to have those wonderful pens which had this golden thing to keep it in the pocket. When I saw that, I also decided that I also wanted that. പക്ഷേ എനിക്കത് ആവശ്യമുള്ളതുമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം മേടിച്ചു തരാനുള്ള സാമ്പത്തികം എന്റെ വീട്ടുകാർക്കില്ല, അത്യാവശ്യമുള്ള കാര്യവുമല്ല, എന്റെ കയ്യിൽ പണവുമില്ല. So that was the time I did not need it, and my house could not, my house did not have finances to afford it, and that was not needful for me at that time. ഏതായാലും അതിനൊരു മോഷണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. So I decided to steal it from another person. അപ്പോൾ ഞങ്ങളുടെ റേഷൻ കടയില് റേഷൻ മേടിക്കാൻ പോകുമ്പോൾ ഒരു സ്ഥലത്ത് കാർഡ് പതിപ്പിക്കുന്നു, വേറെ സ്ഥലത്ത് പണം കൊടുക്കുന്നു, 3-ാമത്തെ സ്ഥലത്ത് രസീതുമായി പോയി സപ്ലയറിൽ നിന്ന് സാധനം വാങ്ങി പോകുന്നു. അതാണ് ഞങ്ങളുടെ റേഷൻ കടയിലെ സിസ്റ്റം. So at that time there was this ration card system where we have to register in one place, go and get the supplies in one place and then go. That was the system in that place. ഞാൻ കാർഡ് പതിപ്പിച്ചു, രസീത് വാങ്ങി. പക്ഷേ കാഷ്യറുടെ അടുത്ത് പോയില്ല, നേരെ സപ്ലയറുടെ അടുത്ത് പോയി അരിയും മണ്ണെണ്ണയും പഞ്ചസാരയും എല്ലാം കൂടെ മേടിച്ചുകൊണ്ട് സ്ഥലം വിട്ടു. So I registered and I did not go to the cashier. Directly I went to the person who supplies. I took off all the rice and oil and left the place. എല്ലാം കൂടെ 3.5 രൂപ കിട്ടി. Totally it was costing 3 rupees 50 paise. അത് മതി ഈ ചന്ദ്രിക പേന മേടിക്കാൻ. So that was enough to buy this Chandrika pen. അന്ന് in those days. അങ്ങനെ ഞാൻ പോയി പേന മേടിച്ചു. So I went and bought this pen with that money. കാലങ്ങളെല്ലാം മാറി, അത് ഞാനും മറന്നു. പക്ഷേ ഞാൻ ഈ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഈ പേന പൊങ്ങി വരികയാണ് എന്റെ മുൻപിൽ. So the days passed and I also forgot about it, but when I sat to pray, this pen was rising in front of me and coming to my picture. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ പണം റേഷൻ കടക്കാരന് കൊണ്ടുപോയി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് സമർപ്പിച്ച ഉടനെ തന്നെ ഒരു വലിയ ദൈവശക്തി എന്നിലേക്ക് ഇറങ്ങി വന്നു. So I asked the Lord, Lord, please forgive me. I will return the money to that ration shop. Immediately there was a great divine power that was empowering me. ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കാനായി തുടങ്ങി. I started to speak in other tongues. യോഗം തുടങ്ങിയിരുന്നില്ല. The
meeting had not yet begun. അങ്ങനെയാണ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. That is how I received the anointing of the Holy Spirit. പിന്നീട് എനിക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം, എന്നെ വളരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആ റേഷൻ കടക്കാരൻ ഞാൻ കള്ളനാണ് ആയിരുന്നു എന്നറിയുമ്പോൾ എന്ത് ചിന്തിക്കും എന്ന് ഓർത്തുപോയി. The next issue that I had is the one who was very much honoring me, that ration card person, when he sees me as the one who was a thief, what will be my reaction? I'll be embarrassed in front of him, I thought. ഞാൻ ഒരു കൺവെൻഷന് വേണ്ടി അവിടെ ചെന്നു. So I went for a convention there. അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നു. So I went to meet him there. അദ്ദേഹം എന്നെ വളരെ ബഹുമാനിക്കുന്ന ആളാണ്, സ്നേഹിക്കുന്ന ആളാണ്. എന്നോട് ചോദിച്ചു എന്തുണ്ട് വിശേഷം, എല്ലാ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനൊരു കാര്യം പറയാൻ വന്ന. എന്താ കാര്യം, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നും ആവശ്യമില്ല, ഞാനൊരു ചെറിയ മോഷണം പണ്ട് നടത്തിയിരുന്നു, ആ പൈസ തിരിച്ചു തരാനാണ് എന്ന് പറഞ്ഞു. So I went to meet him and I said, I want to say a special thing to you. He said, what is the thing? He said, nothing much, I just had stolen some money, I wanted to return that back to you. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊക്കെ ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് എന്റെ തോളിൽ തട്ടിയിട്ട് ഞങ്ങൾ സ്നേഹത്തോടെ പിരിഞ്ഞു. He said, this all is just small things. He just patted me on my back and we went back in love. നാം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടാണ്. Whatever we can do is by the help of the Holy Spirit. യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. The fact that we receive Jesus is the work of the Holy Spirit. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ്. The fact that we preach the gospel is also with the help of the Holy Spirit. പക്ഷെ അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമല്ല. But that is not the anointing of the Holy Spirit. നമുക്ക് വെള്ളം കുടിക്കാം, കുളിക്കാം, വെള്ളത്തിൽ നീന്താം, എല്ലാം വെള്ളമാണ്. പക്ഷെ കുടിക്കുന്നത് വെള്ളത്തിൽ നീന്തുന്ന അനുഭവം അല്ല. With the same water, we can drink the water, we can take bath in it, we can swim in the water, but all these experiences are not the same, they are different. യേശുവിന്റെ അമ്മ മറിയം പരിശുദ്ധാത്മാവിൽ യേശുവിനെ സ്വീകരിച്ചു. The mother of Mary was overshadowed with the Holy Spirit and received Jesus. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ സ്നാപക യോഹന്നാൻ പോലും ഗർഭത്തിൽ തുള്ളി. Yeah, when she was filled with the Holy Spirit, John the Baptist was leaped in his mother's womb. പക്ഷെ എന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാനായിട്ട് മർക്കോസിന്റെ മാളികമുറിയിൽ ഇരിക്കുന്നതായി നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. Yet we see Mary waiting, tarrying for the promise of the anointing of the Holy Spirit in the book of Acts chapter 1. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക് വീണ്ടും 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 ആ നിലയിലേക്ക് ഞാനും നിങ്ങളും നീങ്ങേണ്ടതാണ് ഈ അന്ത്യകാലത്ത്. Therefore the Lord is inviting us to go once again go on to that anointing of the Holy Spirit. നമുക്ക് വേഗം ദൈവവചനത്തിലേക്ക് തിരിയാം. Shall we quickly turn into the word of God? വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 സഭകളെ കുറിച്ചുള്ള ദൂതുകളാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. In the book of Revelation chapter 2 and 3 there are messages to 7 churches. അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് 3-ാമത്തെ സഭ പെർഗമോസിലെ സഭയെ കുറിച്ചാണ്. Today we are going to meditate upon the 3rd church, the church to Pergamum. എഫെസോസ് സഭയെ കുറിച്ചും സ്മുർണ സഭയെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. In the previous classes we saw about the Ephesus church and the church in Smyrna. വെളിപ്പാട് പുസ്തകം 2:12 മുതൽ 17 വരെയുള്ള വാക്യം ഞാൻ മലയാളത്തിൽ വായിക്കും, ഡോക്ടർ ജസ്റ്റിന് ഇംഗ്ലീഷിൽ വായിക്കുന്നതായിരിക്കും. We'll be reading from the book of Revelation chapter 2 verse 12 to 17. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാൻ ഉണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വയ്പാൻ
ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോല്യാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. Amen. Revelation 2:12 onwards. And to the angel of the church in Pergamos write, these things says he who has a sharp two-edged sword. I know your works and where you dwell, where Satan's throne is, and you hold fast to my name, and did not deny my faith, even in the days in which Antipas was my faithful martyr, who was killed among you, where Satan dwells. But I have a few things against you, because you have there those who hold the doctrine of Balaam, who taught Balak to put a stumbling block before the children of Israel, to eat things sacrificed to idols, and to commit sexual immorality. Thus you also have those who hold the doctrine of the Nicolaitans, which thing I hate. Repent, or else I will come to you quickly and will fight against them with the sword of my mouth. He who has an ear, let him hear what the Spirit says to the churches. To him who overcomes, I will give some of the hidden manna to eat, and I will give him a white stone, and on the stone a new name written, which no one knows except him who receives it. പെർഗമോസ് എന്ന് പറയുന്ന പട്ടണത്തിന്റെ ഇന്നത്തെ പേര് ബെർഗമ എന്നാണ്. The Pergamos which is written there, the church, today's name is Bergama. അതൊരു കുന്നിൻ പുറത്തുണ്ടായിരുന്ന ഒരു പട്ടണമായിരുന്നു. It was a city which was set on a hill. അത് ഇന്ന് ടർക്കിയിലാണ്, ഇസ്മാർ പ്രോവിൻസിലാണ് ഈ പെർഗമം അല്ലെങ്കിൽ പെർഗമോസ്. Today it's situated in the modern day Turkey in the province of Izmir. കടൽത്തീര തുറമുഖ പട്ടണമായിരുന്നില്ല. ഈജിയൻ കടലിൽ നിന്ന് 16 മൈലുകളോളം അകലെ. അപ്പോൾ തന്നെ ബേക്കർ നദിയുടെ തീരത്ത് ഒരു ഉയർന്ന പർവ്വതത്തിന് മുകളിലായിരുന്നു ഈ മനോഹരമായ പട്ടണം. It was not a coastal city. It was about 16 miles from the Aegean Sea. It was near the Baker River. It was a city set on a hill. ഇതൊരു രാജനഗരമായിരുന്നു. It was a royal city. അവിടെ പ്രധാനപ്പെട്ട 4 ആരാധന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, ക്ഷേത്രങ്ങൾ. There were 4 worship temples there. BC 170 ഇമ്മൻസ് രണ്ടാമൻ രാജാവ് 20 വർഷം കൊണ്ട് പണിത ദി ആൾട്ടർ യാഗപീഠം ആണ് ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്നത്. One of the most prominent thing was an altar which was built by the king reigning in the year of BC 170. They took 20 years to build that. ഏകദേശം 4 മൈൽ ചുറ്റളവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ആൾട്ടർ കാണാമായിരുന്നു. So the person who were even around 4 miles, they could view this altar. രണ്ടാമത്തേത് അഥേനയുടെ ഒരു ക്ഷേത്രമായിരുന്നു. Second was the temple at Athens. പർവ്വതത്തിന്റെ മുകളിൽ തന്നെ 80ഓളം മീറ്റർ ഉയരത്തില് 80ഓളം അടി ഉയരത്തില് അതിന്റെ ഗോപുരം നിലനിന്നിരുന്നു. Even on the top of the hill, this tower was measuring about 80 feet in height. അവിടെ ഒരു ഇന്ദ്ര ക്ഷേത്രവും ഉണ്ടായിരുന്നു. There was a temple of Indra. ഇനി അടുത്തതായിട്ടാണ് നിങ്ങളുടെ മെഡിക്കൽ ലൈനിൽ ഇന്ന് കാണുന്ന ആ സിംബൽ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. Another symbol which is related to medical, from where it came, how it came, is what we are going to see. എസ്ക്ലീപ്പിയസ് എന്നൊരു മെഡിസിന്റെ ദൈവം ഉണ്ടായിരുന്നു അവിടെ. So there was a god of medicine called Asclepius. അദ്ദേഹം അപ്പോളോ ദേവന്റെ മകനായിട്ടാണ് അവര് ആദരിച്ചിരുന്നത്. It was considered as the son of the god Apollo. ഈ ഗ്രീക്കുകാരുടെ മിഥോളജിയില്, റോമാക്കാരുടെ മിഥോളജിയില് ഈ എസ്കോപ്ലിയസ് അതുപോലെ ഈ അപ്പോളോ ഒക്കെ വലിയ പ്രധാനപ്പെട്ട ദേവതകളും ദൈവങ്ങളും ഒക്കെയാണ്. So
So in the Greek and the Roman mythology, this Apollos and this Asclepius were very prominent people. ഈ ഗോഡ് ഓഫ് മെഡിസിന്റെ കയ്യിലെ വടിയിൽ 2 പാമ്പുകൾ ഇങ്ങനെ വളഞ്ഞു കിടക്കുമായിരുന്നു. So in this god of medicine, his hand, there was a stick and there was 2 snakes which was around it. Sacred snake of Pergamum എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. So they used to call it a sacred snake of Pergamum. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഗോഡ് ഓഫ് മെഡിസിൻ ആകാൻ കാരണം ഈ പാമ്പിന്റെ വിഷം കൊണ്ട്, ആ മരുന്ന് കൊണ്ട് മരിച്ചവരെ പോലും ജീവിപ്പിക്കാനായിട്ട് ഈ എസ്കോപ്ലിയസിന് കഴിയുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. The reason that he became the god of medicine, because they had a faith that this thing of this snakes could heal their diseases. പിന്നീട് ഇത് മെഡിക്കൽ മേഖലയിലെ ഒരു സിംബലായിട്ട് മാറി. Next it became a symbol in the medical field. Health symbol, caduceus. Next symbol is caduceus. അത് പിന്നീട് പല ചിത്രത്തിലും പല രൂപത്തിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും 902 അമേരിക്കയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. Though it was present in various forms, in 1902 the American country accepted as a symbol in the medical field. അങ്ങനെ ഇന്ന് നിങ്ങളുടെ സിംബലായി കാണുന്ന പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ വന്നത് ഈ പെർഗമോസിൽ നിന്നാണ്. So today the symbols which you see in this medical field has come from this place called Pergamos. അപ്പം വെല്ലൂര് നിങ്ങൾക്കും അത് കാണാം. അപ്പം പെർഗമമായിട്ടുള്ള ഒരു കണക്ഷൻ ഞാൻ പറയുകയാണ്. So I can relate to you with you in Vellore because I'm saying a connection with Pergamos. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് നിങ്ങൾ ബോധരാകേണ്ടതില്ല. But there is no cause for us to literally translate it and be bothered about it. കാരണം മെഡിക്കൽ മേഖലകളിലും മറ്റും അതുപോലെ തന്നെ സ്പേസ് മേഖലകളിലും ഒക്കെ ഉപയോഗിക്കുന്ന പല പദപ്രയോഗങ്ങളും ഗ്രീക്ക് മിഥോളജിയിലെ ദൈവങ്ങളുടെ പേരുകളോ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. ഉദാഹരണമായിട്ട് അപ്പോളോ 1, അപ്പോളോ 11, 12 ഇതൊക്കെ ഗ്രീക്ക് മിഥോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരുകളാണ്. Because in the medical and the astrological fields, there are a lot of terms which are used which have been derived from the Greek and this mythology, like Apollo 1, Apollo 2, those type of aircrafts have been come from the Greek mythology. അപ്പോൾ ഇന്നത്തെ രീതിയിൽ അതിനെ ഭാരപ്പെടേണ്ടതില്ല. പണ്ട് ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ഫാർമിക്കോ എന്നുള്ള മൂലപദത്തിൽ നിന്നാണ് ഫാർമസി എന്ന വാക്കുണ്ടായത്. അപ്പം ഫാർമിക്കോ എന്ന് പറഞ്ഞാൽ അത് സോർസറി ആയിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും. അന്ന് അതായിരുന്നു, അന്ന് മന്ത്രവാദങ്ങളും മാന്ത്രിക ആ രീതിയിലുള്ള മെഡിസിൻ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇന്ന് ആ രീതിയിലൊന്നുമല്ല. അതുകൊണ്ട് ആ രീതിയിൽ നമ്മളത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. We don't have to worry about the different kinds of interpretation. I had mentioned to you about the term pharmaco, which is from where pharmacy derives its name. In those days, they used to use it as a method of witchcraft or sorcery. But today, it may not mean the same thing. So we don't need to be bothered about those kind of interpretations. ഉദാഹരണമായിട്ട് സിസേറിയൻ, നിങ്ങൾ പലരും സിസേറിയൻ നടത്തുന്നവരാണ്. എല്ലാവർക്കും അറിയാം സിസേറിയൻ സക്സസ് ആയി, ആൺകുഞ്ഞായിരുന്നു, പെൺകുഞ്ഞായിരുന്നു, ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയാറില്ലേ? For example, the cesarean section, where you say it was a boy child, girl child, we commonly tell those type of terms. പക്ഷെ 2000 വർഷം മുൻപ് സിസേറിയൻ എന്ന് പറയുന്ന റോമിലെ ജൂലിയസ് സീസറിന്റെയും വിശ്വസുന്ദരിയായിരുന്ന ഈജിപ്തിലെ ക്ലിയോപട്രയുടെയും മകന്റെ പേരായിരുന്നു സിസേറിയൻ. Yes, so the cesarean came from a person who was the child of Julius Caesar and Cleopatra. അതുപോലെ ഇന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന കാര്യമാണ് കൊറോണ വൈറസ്, ധാരാളം കേൾക്കുന്നുണ്ട്. So nowadays we are hearing a lot of name called corona. ഒരു കോട്ടയത്തെ ഒരു സഹോദരിയുടെ പേര് കൊറോണ എന്നാണ്. In Kottayam, one sister's name is Corona. എന്നാൽ ഈ സമയത്ത് പുള്ളിക്കാരിക്ക് അല്പം ഒരു പ്രയാസമാണത്. So this time she is finding it difficult. കൊറോണ എന്ന പേര് വരാൻ കാരണം ഒരു കാത്തലിക്സ് വിശുദ്ധയാണ് ഈ കൊറോണ. So this Corona came as a reason because it is a Catholic saint. AD 170 കൊറോണയും അവളുടെ ഭർത്താവ് വിക്ടറും കൊല്ലപ്പെട്ടു. പിന്നീട് കാത്തലിക് സമൂഹം അവരെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. മെയ് മാസം 14 അവരുടെ തിരുനാളാണ് എല്ലാ വർഷവും. In AD 180, this
girl called Corona had married, and May 14th is the day that they celebrated as an anniversary. ലാറ്റിൻ ഭാഷയില് അത് കിരീടം എന്നാണ് അതിന്റെ അർത്ഥം. But in the Latin language, it means a crown. കാലിഫോർണിയയിൽ ഒരു പട്ടണത്തിന്റെ പേര് കൊറോണ എന്നാണ്. In California, there's a city called Corona. അപ്പൊ ഈ കൊറോണ വൈറസിനെ ഇങ്ങനെ കിരീടം പോലെയൊക്കെ തോന്നുന്നത് കൊണ്ട് എങ്ങനെയോ ആ പേര് വന്നു. So somehow they thought this looked like a crown. So this name came for this coronavirus. ഞാൻ പറഞ്ഞത് ഈ പാമ്പിനെ കാണുമ്പോഴും ഈ വടി കാണുമ്പോഴും ഒന്നും നിങ്ങളെ ആശങ്കപ്പെടേണ്ടതില്ല. ഇന്ന് ആ അർത്ഥതലത്തിലല്ല ഇവയൊന്നും നമ്മൾ കാണുന്നത് എന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ പെർഗമോസിൽ നിന്നാണ് ഈ സിംബലിന്റെ ഒക്കെ വരവ്. So the reason I said you don't have to be afraid about these symbols, but what I wanted to share, these symbols were derived its origin from this place called Pergamos. അപ്പോൾ നമ്മൾ പെർഗമോസിൽ നിന്ന് വെല്ലൂര് വരെ നമുക്ക് അവിടെ കാണാൻ കഴിയും. So we will see how from Pergamos it's connected even to Vellore. അപ്പൊ ഇവിടെ ഈ സഭയോടുള്ള കർത്താവിന്റെ പ്രത്യക്ഷതയാണ്. ഓരോ സഭകളിലും കർത്താവ് വ്യത്യസ്തമായ രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. Here we see the revelation, the appearance of Jesus to each church in various forms. Jesus is appearing. 12ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പെർഗമോസ് സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു. In verse 12 we read, "Unto the angel of the church in Pergamos write, these things says he who has the sharp two-edged sword." അപ്പോൾ ഇവിടെ കർത്താവ് മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാളുമായിട്ടാണ് ഈ സഭയോട് സംസാരിക്കാൻ വരുന്നത്. Here we see the Lord Jesus coming with the sharp two-edged sword speaking to this church. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ കർത്താവ് ഇങ്ങനെ മാരകായുധങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന, വലിയ ആയുധങ്ങളെല്ലാം ഇങ്ങനെ കെട്ടി തൂക്കി നടക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വായിൽ വരെ മൂർച്ചയുള്ള വാളുമായിട്ട് വരുന്ന ആളാണോ നമ്മുടെ കർത്താവ്? What do you think about the Lord Jesus? Is he the one who's like a very cruel person walking around with weapons? He's having a double-edged sword in his mouth. Are you visualizing him like that? മത്തായി സുവിശേഷം 26:52 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, ഗെത്സമനെ തോട്ടത്തിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ വരികയാണ്. We read in Matthew chapter 26 verse 52 onwards, we see the people, the soldiers are coming to arrest Jesus in the garden of Gethsemane. മൽക്കൂസ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ യേശുവിനെ പിടിച്ചതും പത്രോസ് വാളെടുത്ത് ഒരൊറ്റ വെട്ടാണ്. We see Malchus who was going to catch the Lord Jesus, and Peter with the knife is cutting off his ear. ഭാഗ്യവശാൽ അയാൾ തല വെട്ടിക്കുകയും ഈ കാത് മാത്രം അങ്ങ് പറിഞ്ഞു പോയി, പുളി തെറിക്കുന്ന പോലെ അങ്ങ് തെറിച്ചു പോയി. He missed the head and just the ear got cut and the ear came off. കഴുത്തിന് തന്നെയാണ് പത്രോസ് വെട്ടിയത്. I think he aimed at the neck and somehow it missed it. അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ പറഞ്ഞത്, നീ ആവശ്യമില്ലാത്ത കൊലക്കേസിൽ ചെന്ന് കുടുങ്ങാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് നേരത്തെ ഇവനോട് പറഞ്ഞതാണ്. പക്ഷേ that is why Jesus had instructed him before, don't go and get caught in unwanted murder cases. You go, watch and pray. ഏതായാലും കർത്താവ് അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് പ്രശ്നം വേഗം പരിഹരിക്കപ്പെട്ടു. കർത്താവ് ആ ചെവിയെടുത്ത് അവിടെ വെച്ചു, ആള് സൗഖ്യമായി. Because the Lord Jesus was present there, that problem was settled amicably, that ear was kept and that person was healed. കർത്താവ് പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാലെ നശിക്കും. The Lord said, the one who is living by the sword will die by the sword. യേശു പറഞ്ഞത് എത്രയോ സത്യമാണ്. What the Lord said is a great truth. വാളെടുക്കുന്നതെല്ലാം പൂർണ്ണമായി നശിച്ചുപോയ ചരിത്രമാണ് ഗീതയിലും മഹാഭാരതത്തിലുമൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഉപദേശിച്ചവരും എല്ലാം നശിച്ചു പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. We see in the histories of the Gita and Mahabharata, those who took by the sword, they were destroyed by the sword, and all of them were perished. വാളെടുക്കുന്നവർ നശിച്ചു പോകും, അതുകൊണ്ട് വാൾ ഉറയിലിടുവീൻ എന്ന് പറഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. Our Lord Jesus said, put again your sword into its place. All they that take the sword shall perish with the sword. മാരകായുധങ്ങളുമായിട്ട് വന്ന് ആൾക്കാരെ ഭയപ്പെടുത്തുന്നവനല്ല യേശു. The Lord Jesus doesn't come and put us into fear with like a cruel person with weapons. കരുണയുടെ മൂർത്തഭാവമാണ് യേശു. He is the person who is a person filled with love. ഇവിടെ പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാളുള്ളവൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്?
So what is the meaning that he has the sharp two-edged sword? കർത്താവിന്റെ വചനമാണ്. It is the word of God. എബ്രായ ലേഖനം 4:12 നാം ഇങ്ങനെ വായിക്കുന്നു. Here we read in Hebrews chapter 4 verse 12. കർത്താവിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. The word of God is powerful, sharper than any two-edged sword. ദൈവത്തിന്റെ വചനം മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാളാണ്. The word of God is sharper than any two-edged sword. അത് പ്രസംഗിക്കുന്നയാളിനെയും പഠിപ്പിക്കുന്നയാളിനെയും കേൾക്കുന്നയാളിനെയും സന്ധിമഞ്ഞകളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുവാൻ കഴിവുള്ളതാണ്. The word of God, it is the dividing, the one who's teaching, the one who's preaching, even those one who's hearing, to even to pierce asunder the joints and the marrow. ആ വചനമാണ് നാം ഉപയോഗിക്കേണ്ടത്. It is that word which we need to use it in our lives. ആ വചനമാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. And that word is what our Lord uses. ഫലമില്ലാത്ത അത്തിയോട് ഉണങ്ങിപ്പോകാൻ കർത്താവ് പറയുന്നതല്ലാതെ കോടാലി കൊണ്ട് വെട്ടുന്നില്ല. ആ വായിലെ വാക്കുകൊണ്ട് അത് ഉണങ്ങിപ്പോകുകയാണ്. It is through the word of God which is being built. We are not being perished by it. മരിച്ച 4 ദിവസമായ ലാസറിനെ എഴുന്നേറ്റ് വരാൻ കർത്താവ് പറയുന്നു, വചനം പറയുന്നു, അവൻ എഴുന്നേറ്റ് വരുന്നു. The one who was dead, the Lazarus was dead for 4 days. The Lord speaks forth His word and he comes back to life. പരീക്ഷയ്ക്കായി വരുന്ന സാത്താനോട് കർത്താവ് വചനം ഉപയോഗിച്ച് പരാജയപ്പെടുത്തുന്നു. Satan came to tempt the Lord Jesus and he was defeated by the word of God. ഈ സഭയിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് ലാവണ്യവാക്കുകളോട് മാത്രമല്ല, ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വചനങ്ങളുമായിട്ടാണ്. എന്തൊക്കെയോ പ്രശ്നം ഈ സഭയ്ക്കകത്തുണ്ട്. So to this church, he is not only appearing as a person with gentle, soft words, but with a person who is firm and having a double-edged sword, which is sharper than any other than the word of God. ഓരോ വ്യക്തികളോടും കർത്താവ് ഇടപെടുന്നത് വ്യത്യസ്തമായ നിലയിലാണ്. To each person, the Lord will deal with in different ways. തന്റെ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയയോട് വളരെ മൃദുവായിട്ട് മറിയം എന്ന് വിളിക്കുന്നു. Near the tomb, the one who was crying about Mary Magdalene, the Lord softly calls her Mary. കാറ്റിനെയും കടലിനെയും വളരെ ശക്തമായി ശാസിക്കുന്നു. He is rebuking those waves in the sea very strongly. പരീശന്മാരോടും ശാസ്ത്രിമാരോടും അവരുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന ഇരുവായ്ത്തലുള്ള വാളുപോലുള്ള വചനങ്ങൾ പ്രസംഗിക്കുന്നു. To the Pharisees and the Sadducees, he is preaching the word of God, which is entering deep as a double-edged sword. ഓരോ വ്യക്തികളോടും സംസാരിക്കുവാനുള്ള വചനങ്ങൾ അത് ചിലർക്ക് മൂർച്ചയേറിയ വാളായി മാറും. So the word of God to speak to each people according to their situation, the word of God can turn into a double-edged sword. ചിലർക്ക് സൗഖ്യമാകും, ചിലർക്ക് വിടുതലാകും, ചിലർക്ക് ധൈര്യമാകും. നാം എങ്ങനെ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. So some people will receive their healing, some people will receive their encouragement and edification. It is based on how we respond and how our relationship with the Lord. രണ്ടാമതായിട്ട് കർത്താവിന്റെ ഫോർനോളജ് ആണ്, അല്ലെങ്കിൽ കർത്താവിന്റെ അറിവാണ് ഈ സഭയെ കുറിച്ച്. അത് 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. Second thing we see about the foreknowledge of our Lord Jesus Christ written in the verse 13. കർത്താവ് പറയുകയാണ്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളണമെന്നും ഞാൻ അറിയുന്നു. The Lord is saying, I know your works and where you dwell, where Satan's throne is. നീ എവിടെ പാർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. I know where you dwell. അവിടെ സാത്താന്റെ സിംഹാസനം ഉണ്ടെന്ന് എനിക്കറിയാം. And I know that Satan's throne is also there. നമ്മൾ എവിടെ പാർക്കുന്നു എന്നുള്ളത്, ആ പാർക്കുന്ന സ്ഥലത്ത് നമ്മൾ കാണാത്തത് എന്തെല്ലാം ഉണ്ടെന്നും കർത്താവിന് കാണാൻ കഴിയും. So the Lord knows where we are staying, and the things which we may not be able to see, the Lord is able to see what is present in that place. നമ്മുടെ ശരീരത്തിൽ കയറുന്ന വൈറസ് ആകട്ടെ, ബാക്ടീരിയ ആകട്ടെ, നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഒരു ഡോക്ടർക്ക് ലാബില് അത് കണ്ടെത്തി അതിന് ചികിത്സ നൽകുവാനായിട്ട് കഴിയും. The viruses or bacteria which enter into our body, we may not be able to see, but a doctor with the use of the lab can see and diagnose and treat accordingly. കർത്താവിന് നാം എവിടെ പാർക്കുന്നു എന്നറിയാം. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഒരുപക്ഷെ നമുക്കറിഞ്ഞുകൂടാ. So the Lord is knowing where we are dwelling. We may not know what is happening, but He knows it well.
ഒരിക്കൽ ക്യാപ്റ്റൻ കൊർന്നലിയോസിനോട് കർത്താവ് പറഞ്ഞു, നീ പത്രോസിനെ വിളിച്ചുകൊണ്ടുവരണം. Once the Lord said to Captain Cornelius, you go and call forth Peter. അവൻ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു. He is staying in the house of Simon the tanner. അവിടെ രണ്ട് ശീമോന്മാരാണ്. There are two kinds of Simons who are there. വീടിന്റെ ഉടമസ്ഥനാണ് ഈ തോൽക്കൊല്ലനായ ശീമോൻ. He is the owner of the house of the house Simon tanner. ആ കെട്ടിടത്തിന്റെ മുകളിലാണ് സൈമൺ പീറ്റർ താമസിക്കുന്നത്. Near that is what we see Simon Peter. ആ കെട്ടിടത്തിന്റെ മുകളിലത്തെ സെക്കൻഡ് ഫ്ലോറിൽ ഈ സൈമൺ പീറ്റർ താമസിക്കുകയാണ്. In that house, second floor, Peter was staying. അത് യോപ്പയിലാണ്, കടൽ തീരത്താണ്. And we are see it is near the sea. അത് നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ വായിക്കുന്നു. We see it in the chapter 10 of book of Acts. ഇത് നിങ്ങൾ അതിന്റെ അഡ്രസ് എഴുതി ഒരു പോസ്റ്റ്മാന് പോകണമെങ്കിൽ നിങ്ങൾ നോക്കിയേ, അത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം. സൈമൺ പീറ്റർ, കെയർ ഓഫ് സൈമൺ ദ ടാനർ, യോപ്പ് പിയോ, നിയർ സീഷോർ. ഒരു മനുഷ്യനും തെറ്റാതെ അവിടെ എത്താം. If you write it in a post letter, it is Simon Peter, care of Simon the tanner, Joppa Pio, and near seashore. Without any mistake, that person can reach there. എത്ര കൃത്യമായിട്ടാണ് തന്റെ ദാസൻ താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ച് കർത്താവ് കൈസരിയിൽ ഒരു റോമൻ ക്യാപ്റ്റനോട് പറയുന്നത്. How specifically the Lord is speaking to a person who was Cornelius in place in Caesarea. നമ്മൾ എവിടെ പാർക്കുന്നു, നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ കർത്താവിന് നന്നായിട്ട് അറിയാം. Our Lord knows very well in which state and where we are staying, dwelling in. നമ്മളെ സഹായിക്കാനോ നമ്മളെ ക്ഷണിക്കാനോ ഒരാളെ ദൈവത്തിന് അയക്കാൻ കഴിയും, അഡ്രസ് കൊടുത്ത്. The Lord is able to send us help by giving him the address at any point in our life. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ എലീശയുടെ താമസ സ്ഥലത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. In 2 Kings 6 we see the dwelling of Elisha. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ ഈ പ്രവാചകന്റെ വീടിന് ചുറ്റും ശക്തിയേറിയ ഒരു സൈന്യത്തെ ശത്രു രാജ്യത്തിൽ നിന്ന് അയച്ചിരിക്കുകയാണ്. In chapter 6 verse 14 to 17 we see there's a great army of soldiers which the enemy has sent to catch this prophet Elisha. പ്രവാചകന്റെ ശിഷ്യൻ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് നൂറുകണക്കിന് രഥങ്ങളും കുതിരകളും അമ്പും വില്ലുമായി നിൽക്കുന്ന പട്ടാളക്കാരെയാണ്. When the servant of the man of God had risen early, he saw a host compass the city with horses and chariots. അദ്ദേഹം വിറച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ അടുക്കിലേക്ക് എന്ന് പറഞ്ഞു, നമുക്ക് വീടിന് ചുറ്റും നമ്മളെ അറസ്റ്റ് ചെയ്താൽ ഇതാ പട്ടാളക്കാർ വന്ന് നിൽക്കുന്നു. He is shivering and with great fear and trembling is coming to his master and saying, there's a great host of army who has come to arrest us. പക്ഷേ എലീശയ്ക്ക് യാതൊരു ഭയവും ഉണ്ടായില്ല. But Elisha was not afraid of anything. കാരണം അദ്ദേഹം മറ്റൊരു കാര്യം കാണുകയാണ്. ആയിരക്കണക്കിന് 10,000 സ്വർഗീയ ദൂതന്മാർ തനിക്ക് ചുറ്റും കാവലാണ്. Because Elisha is having another realm where he is seeing thousands and thousands of angels of fire surrounding him. തന്റെ ദാസനായ എലീശ പാർക്കുന്നത് കർത്താവിന് അറിയാം. The Lord knew the dwelling of where Elisha was staying. അവിടെ ശത്രു സൈന്യം വരുമെന്ന് കർത്താവിന് അറിയാം. There the Lord also knew that this camp of the enemy will come to catch him. തന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ കർത്താവ് ആൾക്കാരെ വിട്ടിരിക്കുകയാണ്. But the Lord had sent his own legions to protect him. സാത്താന്റെ സിംഹാസനമുള്ളിടത്ത് ആയിക്കൊള്ളട്ടെ, പക്ഷേ നമ്മളെ പരിപാലിക്കാൻ കർത്താവുണ്ട്. You may be staying in a place where there is Satan's throne, but we have a God who will protect us. 4 അന്യാരാധനകൾ നടക്കുന്ന ഒരു നഗരത്തിലാണ് ഈ സഭ. It was a city where there was 4 kinds of ungodly worships happening. In that place this church was situated. സാത്താൻ അവിടെ തന്റെ സിംഹാസനമിട്ട് ഭരണം നടത്തുകയാണ്. Satan had his throne and he was ruling in that place. കർത്താവ് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ അറിയുന്നു നീ എവിടെ പാർക്കുന്നുവെന്ന്. The Lord is saying, you do not be afraid, I know where you dwell.
നാം ഒരിക്കലും പിശാചിനെ ഭയപ്പെടരുത്, സാത്താനെ ഭയപ്പെടരുത്. For no moment should we be afraid of the enemy or be taking fear from Satan. നാം ഭയപ്പെടേണ്ടത് കർത്താവിനെ The മാത്രമായിരിക്കണം. one person whom we have to fear is our Lord. എന്താണ് കർത്താവിടെ സാത്താന്റെ സിംഹാസനം ഉള്ളിടം എന്ന് പറയാൻ കാരണം? Why did the Lord say this is where the Satan's throne is? സാത്താനും സാത്താന്റെ ദൂതന്മാരെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. We need to discern Satan and Satan's angels. സാത്താൻ എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ. Satan is referring to one person. ഒറ്റയാൾ. It is only one person. അദ്ദേഹം ഒമിനി പ്രസൻസ് അല്ല. He is not omnipresent, present everywhere. അദ്ദേഹം ഒരിടത്തായിരുന്നെങ്കിൽ അതേ സമയത്ത് അടുത്ത സ്ഥലത്താകാൻ ഒക്കെയല്ല. If he is in one place, that same time he cannot be in another place. എന്നാൽ അവന് ആയിരക്കണക്കിന് ദൂതന്മാരുണ്ട് അവന്റെ കീഴിൽ. But he has thousands of angels below him. അവൻ അവരെ വിട്ടാണ് അവന്റെ ഭരണവും അവന്റെ പ്രവർത്തനവും നടത്തുന്നത്. He sends them and does his rule and their works. ഇപ്പോൾ അവന്റെ ഹെഡ്ക്വാർട്ടർ ആകാശത്തിലാണ്. Now his headquarters is in the heavens. മഹോപദ്രവകാലത്തിന്റെ മധ്യഭാഗത്ത് വരുമ്പോൾ അത് ഭൂമിയിലേക്ക് തള്ളപ്പെടും. In the midst of the great tribulation that will be pushed down to the earth. സഹസ്രാബ്ദത്തിന്റെ ആരംഭത്തിൽ അവനെ അഗാധകൂപത്തിലേക്ക് തള്ളും. In that time of beginning of that era, he will be in the beginning of the millennium. He will be put into the pit of hell. അതിനുശേഷം അവൻ നരകത്തിലേക്ക് തള്ളപ്പെടും. After that, he will be thrown into hell. ഇതാണ് സാത്താന്റെ ഭാവി. This is the future of Satan. അവൻ നമ്മുടെ ഭാവി പറയണ്ട, അവന്റെ ഭാവി നമുക്കറിയാം, അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. He doesn't have to remind us of our future. We know his future. It's written in the Bible. എന്നാൽ അവന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദൂതന്മാരുണ്ട്, പിശാചുക്കളുണ്ട്. But he has thousands and lakhs of devils under his control. നമുക്കറിയാം ഗദർദേശത്തെ ആ ഭൂതഗ്രസ്തനിൽ 6000 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. We know in the region of Gadarenes that person had 6,000 devils. അപ്പോൾ ഇവിടെ ഈ പെർഗമോസിലും അവന്റെ ഒരു ഭരണമുണ്ട്. So even in the Pergamos, his rule is there. അതുകൊണ്ടാണ് ഈ 4 ആരാധന കേന്ദ്രങ്ങൾ അവിടെ സജീവമായി നിൽക്കുന്നത്. That is why there are 4 ungodly worships which are happening actively. ഇത് മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യ ലേഖനത്തിലേക്ക് പോകണം. If we have to understand the seriousness of it, we need to go to the book of Ephesians. ദയവായിട്ട് എഫേസ്യ ലേഖനം 6-ാം അധ്യായം എടുക്കാം. Shall we take Ephesians chapter 6? 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. From 10 to verse 18 I will read. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. Please read in English. Finally, my brethren, be strong in the Lord and in the power of his might. Put on the whole armor of God, that ye may be able to stand against the wiles of the devil. For we wrestle not against flesh and blood, but against principalities, against powers, against the rulers of the darkness of this world, against the spiritual wickedness in high places. സാത്താന്റെ സിംഹാസനത്തെ കുറിച്ച് നമ്മൾ അല്പമായി ചിന്തിക്കുകയാണ്. So we are thinking about Satan's throne. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ബാക്ടീരിയകളോ അല്ലെങ്കിൽ വൈറസുകളോ നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് അത് വെള്ളത്തിലൂടെയോ വായുവിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ഒക്കെ നമ്മളിലേക്ക് കയറി വരുന്നത്. As I told initially, the bacteria and viruses, because we cannot see it, it is entering to us unknowingly through our food or through water or through air. അത് നമ്മളിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അത് അറിയാതെ അത് അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ശക്തരാണെങ്കിലും അവൻ വർദ്ധിച്ചു വരികയും നമ്മളെ ഇല്ലാതാക്കും. When those microorganisms come and take their stay in our body without us knowing, as it increases, it comes to overcome us. Even though we may be strong, we may be weakened by their number. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് അറിയാവുന്ന ഡോക്ടേഴ്സിനെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകും.
അവര് ബ്ലഡ് പരിശോധിച്ചോ മറ്റ് സ്രവങ്ങൾ പരിശോധിച്ചോ നമ്മൾക്കുള്ള ഈ രോഗത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കും. That is why we go and consult the doctors, those who will know about these microorganisms. They will do some tests with blood or anything other test, and they try to find the diagnosis of the disease. അതിനെ മാറ്റാനായിട്ട് ആന്റിബയോട്ടിക്സുകളോ അല്ലെങ്കിൽ സ്റ്റീറോയിഡുകളോ അല്ലെങ്കിൽ മറ്റതിനാവശ്യമുള്ള മെഡിസിനോ വാക്സിനോ ഒക്കെ അവർ നമുക്ക് നൽകും. To combat that infection, they will give the appropriate antibiotics or any vaccines or any medicine so that we can overcome that infection. ഇതുപോലെ അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങൾ ലോകം മുഴുവനുണ്ട്. In the same way, the works of Satan to steal, kill and destroy is prevalent throughout the world. ഇന്ന് നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളുടെ പിന്നിൽ, ആത്മഹത്യയുടെ പിന്നിൽ അദർശനായ ഇവന്റെ കരങ്ങളാണ്. All the murders and all those suicides which are happening is in the hand of this invisible person. എല്ലാ ദുർനടപ്പുകളുടെയും ദുരാചാരങ്ങളുടെയും പിന്നിൽ സാത്താന്റെ കരങ്ങളാണ്. Satan's hands are there behind every wrong wayward work that is we see in this world. അത് വൈറസുകൾ കാണാതിരിക്കുന്നത് പോലെ സാധാരണക്കാർക്ക് കാണാൻ കഴിയുകയില്ല. It is like the way that we cannot visualize these viruses. Ordinary people may not understand its seriousness. അത് ലാബിൽ കണ്ടെത്തുകയില്ല. It cannot be even found out in a lab. അത് എക്സ്റേയിലോ മറ്റേതര സ്കാനിങ്ങിലോ വെളിപ്പെട്ടു വരികയില്ല. It can't be even visualized in a scanning or any x-rays. പക്ഷേ അവന്റെ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലുമുണ്ട്. But his works are prevalent in every realm. ഒരുപക്ഷേ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് കുറെ കൂടുതൽ അറിയാൻ കഴിയും. Maybe those of you who are working in the medical field may understand it more better. മനഃശാസ്ത്രപരമായോ മെഡിസിൻ കൊടുത്തോ ഒക്കെ പലരെയും ക്യൂർ ചെയ്യാൻ കഴിയുമെങ്കിലും ചില മേഖലകളിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. Mentally or any other kinds of medications you may give and try to cure certain types of diseases, but some diseases even through those medications they do not become well. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. I'm remembering about one situation. ഞാൻ കോഴഞ്ചേരിക്കടുത്ത് കുഴിക്കാല എന്ന് പറയുന്ന സ്ഥലത്ത് പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്ന കാലം. I was serving as a pastor in Kolanjeri in that place. അവിടെ പുന്നക്കാട് ഓന്തേകാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഹോദരി, ഒരു മാതാവ്, തങ്കമ്മ എന്നാണ് അവരുടെ പേര്. അവർക്ക് ഉറക്കമില്ല. ഉറക്ക ഗുളിക കഴിച്ചാണ് ഉറങ്ങുന്നത്. ചിലപ്പോൾ അതും പ്രയോജനമല്ല. അത് വർഷത്തിൽ ചില മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവര് ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ വീട്ടിൽ വിളിച്ചു. So there was a sister in that place, Kunikad. She could not sleep in the nights. She had to take sleeping pills, and even that lasted for few months in a year. And so they had called us to specially pray for her. വർഷത്തിൽ ചില മാസങ്ങൾ അവരെ ആർക്കും നിയന്ത്രിക്കാൻ ഒക്കെയല്ല. അവർ വസ്ത്രം ഉടുക്കുകയില്ല, അവർ ഓടും, അവർക്ക് ഉറക്കമില്ല. ഉറക്കഗുളിക കഴിച്ചാലും അവർക്ക് ഉറക്കം വരികയില്ല. Certain months of the year, no one could control her. She used to just run out of the house with her clothes. Even with the sleeping pills, she was not being controlled. ഞങ്ങള് അവിടെ ഒരു പ്രാർത്ഥന ക്രമീകരിച്ചു. So we arranged a meeting there. ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ as we were praying, ഇവർ ചാടി എഴുന്നേറ്റു. she immediately got up. ഒരു 50-55 വയസ്സുള്ള വളരെ സ്കെൽറ്റായ കൂടി വന്ന ഒരു 40-45 കിലോഗ്രാം തൂക്കം വരുന്ന ഒരു മെല്ലിച്ച സ്ത്രീ ആയിരുന്നു. She was a very thinly built lady, maybe 50 to 55 years, weighing around 40 or 45 kg. She was very thinly built. അവർ ചാടി എഴുന്നേറ്റു. She suddenly rose up. അവരുടെ ഭർത്താവും അവരുടെ മക്കളും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു നൈജീരിയക്കാരൻ ഡേവിഡ് ഒബയാക്കറും വലിയ അജാനബാബുവായ ഒരു മനുഷ്യൻ. ഞങ്ങൾ എല്ലാവരും നോക്കിയിട്ട് അവരെ പിടിച്ചിരുത്താൻ കഴിഞ്ഞില്ല. അവർ ഞങ്ങളെല്ലാം കുതറി ഇരുട്ടിലേക്ക് ഓടി. Her husband, her children, one Nigerian, one strongly built person was trying to control. They could not control. She overcame everyone and she went into the darkness. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാനസിക രോഗമല്ല, ഈ മാനസിക രോഗത്തിന്റെ പിന്നിൽ പിശാചാണ് എന്ന് ബോധ്യമായി. Then I knew this is not just a mental health problem, but there is a demon behind this. ഉപവാസ പ്രാർത്ഥനയിൽ അനേകരുടെ പ്രാർത്ഥന മുഖാന്തരം
ദൈവം അവരെ സൗഖ്യമാക്കി. So in that fasting prayer, through the prayers of many, the Lord healed her. പിന്നെ അവരൊരിക്കലും ഉറക്കുഗുളിക കഴിക്കേണ്ടി വന്നിട്ടില്ല ഉറങ്ങാൻ. After that, there was no situation where they needed that sleeping pills to sleep. പിന്നെ 15-ലധികം വർഷം അവർ ആരോഗ്യത്തോടെ ജീവിച്ചു. After that, 15 more years, they lived healthily. ഞാൻ അവരുടെ പാസ്റ്റർ ആയിരുന്നു. I was her pastor at that time. സാത്താന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. We need to discern the works of the evil one. 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന ആ സ്ത്രീക്ക് സൗഖ്യമാകാതിരുന്നതിന്റെ കാരണം അതിന്റെ പിന്നിൽ പിശാചായിരുന്നു എന്നുള്ളതാണ്. The issue of blood that the lady was facing for 12 years, the reason she was not healed because there was a demon who was behind it. പിശാചല്ലായിരുന്നുവെങ്കിൽ ഡോക്ടർമാർക്ക് അവളെ സൗഖ്യമാക്കാൻ കഴിയുമായിരുന്നു. If it was not a demonic cause, the doctors, the physicians could have treated it. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. So this we need to be knowing. ഈ രോഗം മാനസികമായ പ്രശ്നത്താൽ വന്നതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യായമായ കാരണത്താൽ വന്നതാണോ, സാത്താനിൽ നിന്ന് വന്നതാണോ എന്നുള്ള ഒരു വിവേചനം ഉണ്ടെങ്കിൽ മെഡിക്കൽ ഫീൽഡ് വളരെ സക്സസ് ആയിരിക്കും. So we need to have a discernment. Did this disease come out of the natural problem or due to any mental health problem, or does it come from the demonic realm? If we have this kind of understanding, it will help us treat better. അപ്പോൾ ഇവിടെ പറയുകയാണ് നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടാണ്. So here we see we are wrestling against the principalities, അധികാരങ്ങളോടാണ്, against the powers, ലോകാധിപതികളോടാണ്, against the rulers of the darkness of the world, ദുഷ്ടാത്മ സേനകളോടാണ്, against the spiritual wickedness. അപ്പോൾ എന്തുണ്ട്? വാഴ്ചകളുണ്ട്. So we see the principalities, അധികാരങ്ങളുണ്ട്, we see the powers, ലോകാധിപതികളുണ്ട്, rulers of darkness of this world, ദുഷ്ടാത്മ സേനയുണ്ട്, the spiritual wickedness in high places. എന്നാൽ ഇതെല്ലാം മൃഗങ്ങളിലൂടെയോ മനുഷ്യരിലൂടെയോ ഇതിന് കയറിയ പ്രവർത്തിക്കാൻ ഒക്കും. But all this can only function when they are going through a body of a human or an animal. കൊറോണ വൈറസിന് നമ്മുടെ ശ്വാസകോശത്തിൽ നമ്മളിൽ കയറിയെങ്കിലേ വർക്ക് ചെയ്ത് വിജയിക്കാൻ ഒക്കും. This coronavirus also can function if it enters through into our lungs and it overcomes us and has the victory. അല്ലെങ്കിൽ അത് പുറത്ത് കിടന്നാൽ അധികം നാൾ നിൽക്കിയാൽ അത് ചത്തുപോകും. Otherwise, if it's outside, can't be there for long time, it will die off. ഇത് പിശാച് മനുഷ്യരിലൂടെ മൃഗങ്ങളിലൂടെ വിവിധമായ നിലകളിലാണ് അവന്റെ വാഴ്ചകൾ നടത്തുന്നത്. Even today, Satan is doing his rule through human beings and through animals. അവരൊരു പക്ഷേ ഭരണകർത്താക്കളോ അധികാരികളോ ആയിരിക്കും, പക്ഷേ അതിന്റെ പിന്നിൽ അന്ധകാര ശക്തികൾ ഉണ്ടാവും. There can be rulers around that, but behind that there's the forces of darkness. അധികാരങ്ങൾ ഉണ്ടാവും. There will be powers of this wicked world. ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് പ്രേരണ ഉണ്ടാകുന്നു. One more instance, the Holy Spirit is inspiring me to speak with you. എന്നോട് ഒരിക്കൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ നിന്നെ ഓസ്ട്രേലിയയിൽ അയക്കും, 45 ദിവസത്തിന് ശേഷം നീ മടങ്ങി വരണം എന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. Once the Holy Spirit spoke to me, I will send you to Australia. You need to come back after 45 days. അപ്പൊ ഞാൻ ഓസ്ട്രേലിയക്ക് പോകാൻ ആഗ്രഹിച്ചു. എന്റെ അധ്യാപകരിൽ ഒരാള് ഒരു ഓസ്ട്രേലിയക്കാരനായിരുന്നു, ഫിലിപ്പ് ഗ്രഹാം. So I decided to go to Australia. One of my teacher was from Australia. His name is Philip Graham. 1977. It was in the year of 1977. അന്ന് എനിക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുള്ള കാലമാണ്. That time I was going through a lot of financial struggles. ഒരു കൊതുകുവല മേടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് കൊതുകുത്തി ഞാൻ മലേറിയ രോഗിയായി ഹരിയാനയില്. Because I didn't have money even to afford a net to protect me from the mosquito bites. I was bitten and I was a patient of malaria in Haryana. സോക്സും ഷൂസും ഇല്ലാതിരുന്നതുകൊണ്ട് തണുപ്പ് സമയത്ത് എന്റെ കാലിലെ വിരലുകൾ രക്തം ചത്തുകിടന്ന സന്ദർഭങ്ങളുണ്ട്. Because I had no socks and shoes, there used to be times where my feet used to be cut off and there used to be blood clot which was there. 3 വർഷം തണുപ്പത്ത് ഞാൻ ഉപയോഗിച്ച ഒരൊറ്റ കോട്ട് മാത്രമായിരുന്നു, പുതപ്പ് പോലുള്ളൊരു കോട്ട്. In 3 years for that coldness, I used to just use one overcoat for those 3 years. പക്ഷെ എന്റെ സാറിന് അറിയത്തില്ലായിരുന്നു
ഞാൻ ബുദ്ധിമുട്ടിലൂടെ പോവുകയായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെയുള്ള അധ്യാപകർ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. But my teacher did not know I was going through all the struggles. There were teachers who were from England, from Australia. They were teaching us. ഈ ഫിലിപ്പ് ഗ്രഹാം അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് എന്നെ വിളിച്ചു. This Philip Graham called me into his room. എന്നോട് പറഞ്ഞു, പോൾ, നീ ഇത്രമാത്രം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുവെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. Paul, I didn't know that you are going through this. I now only came to know that you're going through so much of these problems. അതുകൊണ്ട് നിന്നെ സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. So I am desiring to help you. ഓസ്ട്രേലിയയിലെ കാൻബറയിലെ ചർച്ച് നിന്നെ മാസം തോറും സഹായിക്കും. The church at Canberra in Australia will support you monthly. പക്ഷെ അവർക്ക് നിന്നെ അറിഞ്ഞുകൂടാ. But they don't know you. അതുകൊണ്ട് നീ നിന്റെ സാക്ഷ്യം പറയണം. So you have to share your testimony. അത് ഞാൻ റെക്കോർഡ് ചെയ്യും. I will record that. അത് ഞാൻ അയച്ചു കൊടുക്കും. So I will send it to them. ഞങ്ങളുടെ ചർച്ച് ബോർഡ് അത് കേട്ടിട്ട് നിന്നെ മന്ത്ലി സഹായിക്കും. So our church board will hear about it and they will support you monthly. ഞാൻ റെക്കമെൻഡ് ചെയ്യും. I will recommend you. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. So I was very happy about it. ഇത് 1977 77 ഞാൻ എന്റെ സാറിന്റെ ടേപ്പ് റെക്കോർഡിന്റെ മുൻപിൽ നിന്നു. This was in the year of 1977. I was standing in front of the tape recorder of belonging to my teacher. അന്ന് ടേപ്പ് റെക്കോർഡർ തന്നെ വളരെ റെയർ ആണ്. Those days even tape recorder was very rare. അപ്പൊ ഞാൻ എന്റെ സാക്ഷ്യം തുടങ്ങി. So I began my testimony. I was born and brought up in a Hindu family. So I started speaking in like this in English, that I was born and brought up in the Hindu family. പിന്നെ എനിക്ക് വാക്ക് വരുന്നില്ല. After that my words was not flowing out of my mouth. അപ്പൊ സാറിനറിയാം എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ അത്ര വശമില്ലെന്നറിയാം. The sir knew I didn't have much command over the English language. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, what happened, Paul? So he asked me what happened. ഞാൻ പറഞ്ഞു, nothing happened, sir. I said nothing happened. Then you continued. Then he said, you go on. പക്ഷേ എന്റെ മനസ്സില് ഒരു tug of war എന്റെ ബ്രെയിനിൽ നടക്കുകയാണ് അപ്പോഴ്. But there was a tug of war which was happening in my brain. ഞാൻ ഇപ്പോൾ എന്തിനാണ് സാക്ഷ്യം പറയുന്നത്? Why am I sharing this testimony now? യേശുവിനെ മഹത്വപ്പെടുത്താനാണോ? Am I lifting up Jesus? ആരെങ്കിലും രക്ഷിക്കപ്പെടാനാണോ? Is there anyone who is going to get saved? ഓസ്ട്രേലിയയിൽ നിന്ന് പണം വരുത്തുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഇന്റൻഷനും ഈ സാക്ഷ്യത്തിലില്ല. There was no intention other than just getting some financial support from Australia. എനിക്ക് അത് സഹിക്കാൻ ഒക്കെയില്ല. അതെന്റെ യേശുവിനെ വെച്ച് കൊടുക്കുന്ന പോലെയാണ്. I couldn't bear that. It was almost like betraying the Lord Jesus. എന്റെ യേശുവിനെ അപമാനിക്കുന്നതാണത്. It was like putting my Lord Jesus into shame. ഞാൻ പറഞ്ഞു, സാർ, എനിക്ക് സാധ്യമല്ല ഈ സാക്ഷ്യം പറയാൻ. So I told my teacher, sir, it is not possible for me to share this testimony. അങ്ങനെ ഒരു അനുഭവം കഴിഞ്ഞ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, ഞാൻ നിന്നെ ഓസ്ട്രേലിയക്ക് അയക്കാൻ പോവുകയാണ്, 45 ദിവസം നീ കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങി വരണം. Long after this incident happened is what the Holy Spirit had spoken to me. I'm going to send you to the nation of Australia. You will have to be there and I'll come back after 45 days. ഞാൻ പോകാൻ തയ്യാറായി. I was ready to go. ഞാൻ ഈ ഓസ്ട്രേലിയൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ന്യൂസിലൻഡിൽ വെച്ചാണ് അത് അപ്ലൈ ചെയ്യേണ്ടി വന്നത്. ആ കോൺസുലേറ്റിലെ ആ ലേഡി ഓസ്ട്രേലിയൻ കോൺസുലേറ്റ് ആണോ എംബസി ആണോ എനിക്കറിഞ്ഞുകൂടാ, അവർക്ക് എന്നെ കണ്ടപ്പോൾ മുതൽ അരിശമായിരുന്നു. So I was applying for the visa in from New Zealand to go to Australia. When I had gone to the consulate, that lady there, officer, when she saw, she was from the time she saw, she was angry at me. സാധാരണ യൂറോപ്യൻസ് അങ്ങനൊന്നും ചെയ്യല. അവർ വിസ അവർ നമ്മളോട് ഇടവന്ന് കണ്ടാൽ നമുക്ക് അങ്ങ് സിറ്റിസൺഷിപ്പ് പോലും തരുമെന്ന് തോന്നിപ്പോകും. പക്ഷെ അവസാനം പറയും സോറി എന്ന് പറഞ്ഞാണ് അവർ വിടാറുള്ളത്. Usually the Europeans are very gentle in nature, the way they deal, we'll think that we'll get the citizenship, but in the end they'll softly say you're not eligible for it. പക്ഷെ ഇവരെന്നെ കണ്ടപ്പോൾ മുതൽ കോപിക്കുകയാണ്. But the time they saw me, they were very this lady was very angry at me. അവർ ഞാൻ കൊടുത്ത ഫയൽ എല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ്. So whatever the file that I gave, they were seeing every page. Is there any fault in this file? അപ്പോൾ അവരെന്റെ പ്രൊഫഷൻ നോക്കിയപ്പോൾ ഞാൻ പാസ്റ്റർ ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. So when they saw my profession, it's written as pastor. അതിൽ ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിരുന്നില്ല. So in that the ordination certificate was not there.
അപ്പൊ അവർക്ക് സന്തോഷമായി, ഒരു ഫോൾട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. So now they were very happy. They have found out a fault. അവരെന്നോട് പറഞ്ഞു, where is the ordination certificate? So they asked me, where is the ordination certificate? ഞാൻ പറഞ്ഞു, സോറി, എന്റെ കയ്യിലില്ല. So I told him, sorry, I don't have it. അപ്പോൾ ഇവരെന്നോട് പറയുകയാണ്, whether you are the Prime Minister of India or not, it's not a matter to us. We need the evidence. So they said that even if you are the Prime Minister of India, it doesn't matter to us. We need this proof that you have the pastor. ഞാൻ ഇതൊന്നും ഇവരോട് പറഞ്ഞല്ലോ, എന്തായാലും അങ്ങ് തീർത്ത് പറയണമെന്ന് എനിക്ക് തോന്നിയതാണ്. പക്ഷെ എളുപ്പം തന്നെ മനസ്സിൽ ഈ വചനം ഓർത്തു, എന്നോട് ദൈവം പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്, ഇവരിലൂടെ പിശാച് പ്രവർത്തിക്കുകയാണ്. So I was almost like going to retaliate, but there was a voice which was coming that the Lord has spoken to me to go to this nation of Australia, and Satan is working in her. എന്റെ ഉള്ളിൽ യേശുവിന്റെ നാമത്തിൽ ഇവരിൽ വ്യാപരിക്കുന്ന അന്ധകാരം ഇപ്പോൾ മാറട്ടെ എന്ന് ഞാൻ എന്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു. So in my inner mind I prayed like this, in the name of Jesus, the works of darkness working over her, let it be gone, I prayed. Then and there her face was changed. Suddenly, immediately her face turned. ഭയങ്കര സന്തോഷം എന്നോട്. She suddenly became very happy. അവർ വിസ ഇഷ്യൂ ചെയ്യുകയും എന്റെ യാത്രയ്ക്ക്, എന്റെ ജേർണിക്ക് എല്ലാ നന്മകളും നേരുകയും ഒക്കെ അങ്ങ് ചെയ്യുകയാണ് അവർ. She suddenly issued the visa and all that was needed for my journey she provided and let me go. ഓർക്കുക, സാത്താന് സിംഹാസനങ്ങളുണ്ട്. Remember this, there are thrones that belongs to Satan. അവന് വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. He has the principalities, the authorities. ലോകാധിപത്യമുണ്ട്. The rulers of darkness. ദുഷ്ടാത്മസേനയുണ്ട്. Spiritual wickedness in high places. ഇത് നമ്മൾ മനസ്സിലാക്കണം. We need to discern this. നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, വ്യക്തികളോടല്ല, മതങ്ങളോടല്ല. We do not wrestle against flesh or blood or human beings or religions. ആരിലൂടെയുമല്ല. It is not through anyone. പക്ഷെ ഇവരിലൂടെയൊക്കെ പ്രവർത്തിക്കാവുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങളെ നാം തിരിച്ചറിയണം. We need to discern the works that can work through these type of people. We need to know about it. എന്താണ് ബൈബിൾ പറയുന്നത്? What is the Bible saying? നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. We wrestle not against flesh and blood, but against principalities, against powers, against the rulers of the darkness of this world, against spiritual wickedness in the high places. അതുകൊണ്ട് നിങ്ങൾ ദുർദവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. Wherefore take unto you the whole armor of God, that you may be able to withstand in the evil day, and having done all to stand. നാം എത്ര ആരോഗ്യമുള്ളവരും എത്ര പണക്കാരും എത്ര ബുദ്ധിയുള്ളവരുമായാലും പിശാചിന്റെ ഈ പ്രവർത്തനങ്ങൾ നാം മനസ്സിലായില്ലെങ്കിൽ അവൻ അറുക്കും, അവൻ മൊടിക്കും, അവൻ മോഷ്ടിക്കും, അവൻ കൊല്ലും, അവൻ തകർക്കും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. However healthy we may be, however intelligent we may be, if we cannot discern these works where he wants to steal, kill and destroy, we will be defeated by him. ഇവനെ പരാജയപ്പെടുത്താൻ ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കണം. So in order to defeat him, we need to put on the whole armor of God. അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം. I want to share that and finish. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ദുർദവസത്തിൽ എതിർപ്പാനും, വേഴ്സ് 13, ദുർദവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. Verse 13, therefore take unto you the whole armor of God, that you may be able to withstand in the evil day, and having done all to stand. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും Stand therefore with your loins girt about with truth, നീതി എന്ന കവചം ധരിച്ചും having on the breastplate of righteousness, സമാധാനത്തിന് കാലിന് ചെരുപ്പാക്കിയും, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും, your feet shod with the preparation of the gospel of peace. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. Taking the shield of faith, wherewith you shall be able to quench all the fiery darts of the wicked one. രക്ഷ എന്ന ശിരസ്ത്രവും, take the helmet of salvation, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. and the sword of the spirit, which is the word of God.
സകലവും പ്രാർത്ഥനയാലും യാതനയാലും ഏതു നേരത്തും ആത്മാവിൽ ജാഗരിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. Praying always with all prayer and supplication in the Spirit, watching thereunto with all perseverance and supplication for all saints. ഇപ്പോൾ സാത്താന് വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, ലോകാധിപത്യമുണ്ട്, ദുഷ്ടാത്മസേനയുണ്ട്. Satan has principalities, as powers, as rulers of darkness in the high places and spiritual wickedness. അവന് സിംഹാസനമുണ്ട്. He has a throne. അതിനെ എതിർക്കാൻ നാം എന്ത് ചെയ്യണം? So what should we do to defeat that? ദൈവത്തിന്റെ ഹോൾ ആർമർ, സർവായുധ വർഗം നമ്മൾ ധരിക്കണം. To withstand those forces, we need to put on the whole armor of God. അതെന്താണ്? What is that? നമ്മുടെ അരക്കച്ച ബെൽറ്റ് സത്യമായിരിക്കണം. We need to put our loins girt about with truth. കള്ളം പറയുന്നതും അതിശോക്തി പറയുന്നതും സാത്താനെ ജയിക്കുന്നതിന് തടസ്സമായി തീരും. The fact that we speak lies and speak falsely, it is not exaggeration. It is not helping to defeat Satan. രണ്ട് കവചമുണ്ടായിരിക്കണം നമ്മുടെ ചങ്കിൽ. ഈ അമ്പുകൾ തുളച്ചു കയറാതിരിക്കാൻ കവചം, അത് നീതി എന്ന കവചമാണ്. Next, we need to have the breastplate of righteousness, so that the arrows of the evil one will not pierce our lungs or heart. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നീതി ഉണ്ടായിരിക്കണം. We need to have righteousness in every realm of our life. പണയിടപാടുകളിൽ, in the financial transactions, മറ്റുള്ളവരുമായി ഇടപെടുന്ന രീതിയിൽ, in the way we converse with others, രോഗികളുമായി ഇടപെടുന്ന രീതിയിൽ, in the way we deal with our patients, നമ്മുടെ കീഴിൽ ഉള്ള ജോലി ചെയ്യുന്നവരുമായി ഇടപെടുന്ന മേഖലകളിൽ, in the way we deal with our juniors who work in our workplaces, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരോടുള്ള ബന്ധത്തിൽ, the people who work in our homes. എല്ലാ മേഖലകളിലും ഒരു നീതി ഉണ്ടായിരിക്കണം. In all realms there's a realm of righteousness. ഏറ്റവും വലിയ നീതി ക്രൂശീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച നീതിയാണ്. ആ നീതി കൊണ്ടാണ് നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. The greatest righteousness that we received is by the crucifixion of our Lord Jesus. With that righteousness we stand in his presence. അതാണ് നമ്മുടെ കവചം, നമ്മുടെ നെഞ്ചിനെ സൂക്ഷിക്കുന്നത്. That is what is our breastplate that guards our heart. നമ്മുടെ കാലിൽ ഉണ്ടായിരിക്കേണ്ട ഷൂസ് സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കമായിരിക്കണം. So the sandals that we have in our feet should be the preparation of the gospel of peace. ഏത് സാഹചര്യങ്ങളിലും യേശുവിനെ കുറിച്ച് പറയാവുന്ന ഒരു സ്വഭാവം. In every situation, the desire to share about the love of Jesus to anyone. നമ്മുടെ കയ്യിൽ പരിചയം ഉണ്ടായിരിക്കണം, അത് വിശ്വാസമാണ്. In our hand we need to have the shield, that is a shield of faith. നമ്മുടെ കയ്യിൽ വാൾ ഉണ്ടായിരിക്കണം, അത് ദൈവവചനമാണ്. We need to have the sword in our hand, that's the word of God. നമ്മളുടെ തലയിൽ ഒരു ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം, അത് രക്ഷയാണ്. We need to have a helmet on our head, that is salvation. രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പ് വേണം. We need to be saved and we need to have the assurance of salvation. ഇത്രയുണ്ടെങ്കിൽ മാത്രമേ പിശാച് വിട്ടുപോകുകയുള്ളൂ. If this all that we have, only then Satan can leave us. ഒരു തോമസിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുന്ന ഒരു സായിപ്പിനെ ഞാൻ കണ്ടു. I saw a person who was casting out a demon from a person called Thomas. തോമസ് പിശാചിൽ ഇളകി നിൽക്കുകയാണ്. This Thomas was manifesting in the demonic realm. അദ്ദേഹത്തിന് സൈക്കാട്രിക് പ്രോബ്ലവും ഉണ്ട്. He also had associated psychiatric problems. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുകയാണ്. I am also standing there. ഈ ഇംഗ്ലണ്ടുകാരൻ സായിപ്പ് അവരുടേതായിട്ടുള്ള ആ രീതിയില് മാന്യതയില് അവരുടെ സംസാരവും ആക്സന്റും ഒക്കെ നമ്മളുടെ വ്യത്യാസമാണല്ലോ. ഇങ്ങനെ ഇളകി നിൽക്കുന്ന, ഭൂതത്താൽ ഇളകി നിൽക്കുന്ന ഈ തോമസിനോട് ഈ സായിപ്പ് അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, "Well, devil, would you please go?" This foreigner from England, he was in his very gentle manner. Their accent is different from us. He was like very softly speaking to this person affected with the devil. He was requesting the devil, would you please go? അപ്പോൾ എന്റെ കൂട്ടുകാരൻ മലയാളി തോമസ് തനി മംഗ്ലീഷിൽ പറയാൻ, "No, never." So this my friend of mine, this Thomas, in this Manglish, he said, "No, never." അപ്പോൾ ഈ സായിപ്പ് പറഞ്ഞു, കേട്ടോ, കേൾക്കണമോ? So do you want to hear what this foreigner said? "Well, it's okay, then I am going." So he said, okay, it's okay, then I will go.
ഈ നിലയിലൊന്നും പിശാച് പോവുകയില്ല. If you are going to deal with Satan in this way, he will not go away. ഇംഗ്ലീഷ് കേട്ട് പിശാച് പോവുകയില്ല. He will not listen to your good English and go. ഗ്രീക്ക് കേട്ടാൽ പിശാച് പോവുകയില്ല. He will not go if you listen to any Greek language. ഹീബ്രു കേട്ടാൽ പിശാച് പോവുകയില്ല. He won't be cast away if he has any Hebrew language. നിനക്ക് രക്ഷ എന്ന ശിരസ്ത്രമുണ്ടെങ്കിൽ, If you have the helmet of salvation, നീതിയുടെ കവചമുണ്ടെങ്കിൽ, if you have the breastplate of righteousness, വിശ്വാസത്തിന്റെ പരിചയമുണ്ടെങ്കിൽ, if you have the shield of faith, ദൈവദിനമാകുന്ന വാളുണ്ടെങ്കിൽ, if you have the sword as the word of God, സത്യമെന്ന അരക്കച്ചയുണ്ടെങ്കിൽ, if you have the belt of truth, സുവിശേഷത്തിന്റെ ചെരുപ്പുണ്ടെങ്കിൽ, if you have the sandals with the preparation of the gospel of peace, നിന്നെ കണ്ടാൽ പിശാച് വിറയ്ക്കും. if the Satan sees you, he will tremble. അതിന് നിൽക്കാൻ കഴിയുകയില്ല. He cannot stay there. അത് നിലവിളിക്കും. He will come out, shriek and come പ്രിയപ്പെട്ടവരെ, out. നമുക്ക് ഈ സാത്താന്റെ സിംഹാസനത്തിൽ ഇവിടെ പാർക്കുന്ന ഈ പെർഗമോസ് സഭയ്ക്ക് ഈ ശക്തി ആവശ്യമായിരുന്നു. Dear friends, for those people who were staying in this church of Pergamos, where Satan's throne was, they needed the strength from God. കർത്താവ് പറയുകയാണ്, നീ എവിടെ പാർക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവിടെ സാത്താന്റെ സിംഹാസനമുണ്ട്. The Lord is saying, I know where you dwell, where Satan's throne is. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. I am going to pray for you. നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന, നിങ്ങളെ മുറിക്കുന്ന, നിങ്ങളെ കലഹിപ്പിക്കുന്ന, നിങ്ങളെ പരാജയപ്പെടുത്തുന്ന, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന, ഫോർണിക്കേഷനിലേക്ക് നയിക്കുന്ന എല്ലാ ദുരാത്മ ശക്തികളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറണം. There can be forces which is putting you into sorrow, putting you into depression, leading you into fornication and all those kinds of forces of darkness. Today the Lord wants you to be delivered from that. എല്ലാം ഉണ്ടെങ്കിലും സാത്താന്റെ സിംഹാസനം ഇരിക്കുന്നത് നീ കാണുന്നില്ല. You have all, you are not able to visualize that there is Satan's throne that is present there. അത് മന്ത്രവാദം കൊണ്ട് മാറുകയില്ല. It cannot be moved with witchcraft. അശുദ്ര പ്രയോഗം കൊണ്ട് മാറുകയില്ല. It cannot be taken off with sorcery. അത് മെഡിസിൻ കൊണ്ടോ സൈക്കോളജി കൊണ്ടോ മാറുകയില്ല. It cannot be removed with medicine or psychiatric എന്നാൽ things. യേശുവിന്റെ നാമത്തിൽ അത് മാറും. But in the name of Jesus it will be removed. ആ ഒരു വലിയ ശക്തി നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ. Let that great power function and work in our hearts. അത് നമ്മുടെ ഭവനത്തിൽ വ്യാപരിക്കട്ടെ. Let it manifest in our homes. അത് നമ്മുടെ മിനിസ്ട്രിയിൽ വ്യാപരിക്കട്ടെ. Let it create manifest in our ministries. അത് നമ്മുടെ വർക്കിംഗ് പ്ലേസിൽ വ്യാപരിക്കട്ടെ. Let the power of God be displayed in our working places. സാത്താനെ ഭയപ്പെടേണ്ട, അവന്റെ സിംഹാസനത്തെയും ഭയപ്പെടേണ്ട. Do not be afraid of Satan or his throne. കർത്താവ് ഇത് അറിയുന്നു. The Lord knows about it. പക്ഷേ നമുക്ക് രക്ഷ എന്ന ശിരസ്ത്രം വേണം. But shall we have that helmet of salvation? നീതി എന്ന കവചം വേണം. Shall we have the breastplate of righteousness? വിശ്വാസം എന്ന പരിചയം വേണം. Shall we have the shield of faith? ആത്മാവിന്റെ വാള് വേണം. Shall we have the sword of the spirit? സത്യം എന്ന അരക്കച്ച വേണം. Shall we have the belt of the truth? സമാധാന സുവിശേഷത്തിന്റെ ചെരുപ്പ് വേണം. Shall we have the sandals with the preparation of the gospel of peace? ആ ഒരുക്കത്തോട് നീങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. Shall the Lord help us with that, go forward with that preparation in this day? ആ കർത്താവിന്റെ കൃപ നിങ്ങളിൽ വ്യാപരിക്കട്ടെ. Shall the grace of God work upon you? ആമേൻ. Amen. Hallelujah. ആമേൻ. ആമേൻ. Amen.